ശബരി മാതാവ് ശ്രീരാമചന്ദ്രനോട് ഈ പമ്പാ സരസ്തട സൗന്ദര്യത്തെപ്പറ്റി പറയുന്നുണ്ട്, ഇവിടുത്തെ പുണ്യ തീർത്ഥങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. കുംഭതള തീർത്ഥം മാതംഗ മഹർഷിയെ പോലെയുള്ള അനേകം മഹർഷീശ്വരന്മാർ ഇവിടെ തപം ചെയ്ത ഭൂമിയാണ്, എൻ്റെ പൂർവികരായ ഋഷീശ്വരന്മാർ തപം ചെയ്ത തപോഭൂമിയാണിത് എന്ന് ശ്രീരാമചന്ദ്രനോട് പറയുന്നുണ്ട്. അവർക്ക് സപ്തസാഗരങ്ങളിൽ നദികളിൽ പോയി സ്നാനം ചെയ്യുവാൻ സാധിക്കാത്തത് കൊണ്ട് അവരെ ആവാഹിച്ചു വരുത്തിയ പുണ്യതീർത്ഥങ്ങളാണ് ഈ കാണുന്നത്. അതിലേക്ക് നീ സ്നാനം ചെയ്താലുമെന്ന് ശ്രീരാമചന്ദ്രനോട് പറയുന്ന പുണ്യതീർത്ഥങ്ങളുള്ള ഭൂമിയാണ്. ഗയാശ്രാദ്ധത്തെക്കാളും ശ്രേഷ്ഠമായ പമ്പാശ്രാദ്ധം, പമ്പയിലെ ത്രിവേണി സംഗമത്തിലെ ശ്രാദ്ധത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പറയുന്നുണ്ട്. ശ്രാദ്ധഭൂമിയാണ്. അങ്ങനെ വളരെയധികം 18 മലദൈവങ്ങളെ ആരാധിക്കുന്ന, ശക്തിസ്രോതസ്സായ തലപ്പാറ കോട്ടയെ ആരാധിക്കുന്ന, 18 മലദൈവങ്ങളെ ആരാധിക്കുന്ന, ഗിരിശൃംഗങ്ങളെ ആരാധിക്കുന്ന, ലോകത്ത് ഏതൊക്കെ ആരാധനാ സമ്പ്രദായങ്ങളുണ്ടോ ആ ആരാധനാ സമ്പ്രദായങ്ങളിലെ ഏതൊക്കെ തീർത്ഥാടന പദ്ധതികളുടെ പ്രത്യേകതകളുണ്ടോ അത്തരം പദ്ധതികളുടെ പ്രത്യേകതകളുമൊക്കെ ഒരു പാത്രത്തിലെടുത്താൽ ആ ഒരു സങ്കേതമാണ് ശബരിമല എന്ന് പറയാം. ആരാധനാ രീതിയിലെ ശൈവ വൈഷ്ണവ ശാക്തേയ ആരാധനയും കൗളാചാരവും സമയാചാരവും ഒക്കെ ശബരിമലയിലുണ്ട്. അതുപോലെ വിവിധങ്ങളായ പ്രകൃതി ആരാധനയുണ്ട്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന സമ്പ്രദായങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ വിവിധ ആരാധനാ പദ്ധതികളിൽ ഉള്ള ഒരു സങ്കേതത്തിൽ വിവാദങ്ങൾ ആദ്യമായല്ല ശബരിമലയെ പിടികൂടിയിട്ടുള്ളത്. 1902 ശബരിമല ക്ഷേത്രം തീവന്ന് പോയതാണ്. 50 തീവയ്പ്പിലൂടെ വിഗ്രഹം ഉടഞ്ഞു പോയതാണ്, തച്ചുടച്ചതാണ്. അങ്ങനെ വിവാദങ്ങളെ എടുത്തു നോക്കിയാൽ ഓരോ തീർത്ഥാടന കാലത്തിലും ഓരോ വിവാദങ്ങൾ, മനസ്സു നീറുന്ന ഒരുപാട് വിവാദങ്ങളുണ്ടെങ്കിലും ശബരിമലയുടെ പ്രശസ്തിയും പ്രസക്തിയും കാലാകാലം ഓരോ വിവാദങ്ങൾക്കു ശേഷവും ശബരിമലയുടെ പ്രശസ്തി എടുത്തു നോക്കിയാൽ 10 മടങ്ങ് സഹസ്രാവലി വർദ്ധിച്ച് അവിടുത്തെ തിരക്ക് കൂടുന്നു. ഭക്തിയുടെ പാരവശ്യത്താൽ ഭക്തരെ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ വർഷത്തെ തിരക്കെടുത്ത് നോക്കിയാലും ഭക്തരെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഇതൊക്കെ ബാഹ്യമായ ചില നടപടികൾ അല്ലെങ്കിൽ ചടങ്ങുകൾ അല്ലെങ്കിൽ ചില വിധാനങ്ങൾ എന്ന് പറയും. ഭക്തൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വയം ഈശ്വരനായി തീരാനുള്ള ഈ പദ്ധതിയുടെ സത്തറിഞ്ഞു വരുന്നവർ അവർ ഈ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ചടങ്ങുകളോടുകൂടി എത്ര കണ്ടു കാത്തിരുന്നാലും ആ സന്നിധാനത്തെത്തി നെയ്യഭിഷേകം കഴിച്ചിട്ട് അതിൻ്റെ സമ്പാദവും വാങ്ങി തിരികെ പോകാനെത്തുന്നവർക്ക് വിവാദങ്ങളോ തിരക്കുകളോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ ഒന്നും അവർക്കൊരു തടസ്സമേ അല്ല. അവരെത്തുന്നത് സ്വയം ആത്മസാക്ഷാത്കാരത്തിന് സ്വയം എടുത്ത തീരുമാനത്തോടു കൂടിയാണ്. ഇൻസ്റ്റൻറ്റ് സാക്ഷാത്കാരത്തിന് ഇന്ന് ചെന്നാൽ നാളെ ദർശനം നടത്തി മറ്റന്നാൾ വീട്ടിലെത്തി എൻ്റെ സ്വന്തം കാര്യത്തിനായി മടങ്ങണമെന്ന ധാരണയോടുകൂടി വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ താങ്ങാനാകുന്നതിനപ്പുറമായിരിക്കും. പക്ഷേ സ്വയം ഏറ്റെടുത്ത ഈ തീർത്ഥാടന പദ്ധതിയുടെ സാക്ഷാത്കാരം മനസ്സിലും ശരീരത്തിലും ബുദ്ധിയിലും ആത്മാവിലും ഒക്കെ നിറയ്ക്കുവാൻ ഈ ചൈതന്യത്തിനെ സ്വരുക്കൂട്ടി നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനായിട്ടെത്തുന്ന ഭക്തർക്ക് ഒരു വിവാദങ്ങളെയും അവരെ ബാധിക്കുന്നില്ല. ആ വിവാദങ്ങൾ ബാധിക്കാത്തത് കൊണ്ടാണ് ഭക്തി, ആ വിശ്വാസം, ഇതിൻ്റെ ആചരണങ്ങളെ തിരിച്ചറിയുന്നവരുള്ളത് കൊണ്ടാണ് ആ ചടങ്ങുകൾ അതേപോലെ തന്നെ നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലെ ചടങ്ങുകളെ തിരിച്ചറിയാത്ത എത്രയോ ഭക്തർ വന്നു പോകുന്നു. പമ്പാസദ്യ എന്താണ്, പമ്പ വിളക്ക് എന്താണ്, പമ്പയിലെ തർപ്പണം എന്താണ്, ഈ ആരാധനാ രീതിയുടെ പ്രത്യേകത എന്താണ്, മലദൈവങ്ങൾക്കുള്ള ചടങ്ങുകൾ എന്താണ്, ശബരിമലയിലെ ഉപദേവതമാരൊക്കെയാണ് എന്നൊന്നും അറിയാതെ തന്നെ ശബരിമലയിലെത്തി ഈ ക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തി അരവണപ്രസാദവും വാങ്ങിപ്പോകുന്ന ഭക്തരുള്ളപ്പോൾ ശബരിമലയിലെ 18-ാം പടിക്ക് ഇരുവശവും വടക്കു ഭാഗത്തായിട്ട് കറുപ്പസ്വാമിയും തെക്ക് ഭാഗത്തായിട്ട് ഇടതുവശത്തായിട്ട് കടുത്തസ്വാമിയും സർവ്വസൈന്യാധിപനായ അയ്യപ്പൻ്റെ സൈന്യാധിപനായ കടുത്തസ്വാമിയുമുണ്ട്. മാളികപ്പുറത്ത് മലനട ഭഗവതിയുണ്ട്, മലദൈവങ്ങളുണ്ട്, കൊച്ചുകടുത്തസ്വാമിയുണ്ട്, നാഗരാജാവുണ്ട്. മണിമണ്ഡപത്തിൽ ഭഗവാന്റെ സമാധി സ്വരൂപനായ ഭഗവാന്റെ മണിമണ്ഡപമുണ്ട്. മാളികപ്പുറത്ത് ഭഗവാൻ മഞ്ചമാതാവായ മാളികപ്പുറത്തമ്മയുണ്ട്. ലോകത്തിൻ്റെ സർവേശ്വരിയായ മാതാവ് അവിടെ കുടികൊള്ളുന്നുണ്ട്. നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയുണ്ട്. സന്നിധാനത്താണെങ്കിൽ നാഗദൈവങ്ങളുടെയും ഗണപതിയുടെയും ഒക്കെ പ്രതിഷ്ഠകളുണ്ട്. ഈ ദേവതകളെയൊക്കെ കണ്ടു വണങ്ങി ഉരൽക്കുഴി തീർത്ഥത്തിൽ തീർത്ഥമാടി, പട്ടക തീർത്ഥത്തിൽ സ്നാനം ചെയ്ത്, പമ്പാ തീർത്ഥമാടി, മലദൈവങ്ങൾക്കുള്ള സമർപ്പണം നടത്തി, ഭൂതങ്ങൾക്കുള്ള ഉണ്ടയേറ് വഴിപാട് നടത്തി, പിതൃതർപ്പണം നടത്തി, ദാനവും ദക്ഷിണയും ചെയ്ത്, ഗുരുദക്ഷിണയും ചെയ്ത്, ബ്രാഹ്മണ ദക്ഷിണയും നൽകി ചടങ്ങുകൾ പൂർത്തിയാക്കിയിട്ട് പോരാനുള്ള പലവിധ സാമഗ്രികളുമായിട്ടാണ് നാം ശബരിമലയിലേക്ക് ഇരുമുടിയിൽ
നിറച്ചു വരുന്നത്. ഇതൊക്കെ അറിയാത്ത ഭക്തര് ഉപേക്ഷിച്ചു പോകുന്ന തരത്തിലേക്ക് കൃത്യമായ ചടങ്ങുകൾ നിർവഹിക്കാതെ എത്തുന്ന ഭക്തർക്ക് വിവാദങ്ങളൊക്കെ വിഷമങ്ങൾ ഉണ്ടാക്കുമെങ്കിലും സമയമെടുത്ത് ഈ ചടങ്ങുകൾ പൂർത്തിയാക്കി ശരണം വിളിച്ച് ശരണം വിളി എന്ന ഒരു ചടങ്ങു തന്നെയുണ്ട്. വ്രതകാലത്ത് വ്രതം ആരംഭിച്ച് മാലയിട്ട് മുദ്ര ധരിച്ചാൽ ക്ഷേത്രങ്ങളിലെത്തി ശരണം വിളിക്കുന്ന ചടങ്ങുണ്ട്. നാം ഏതു ക്ഷേത്രത്തിൽ നിന്നാണോ പുറപ്പെടുന്നത് മാലയിടുന്ന അന്ന് മുതൽ നമ്മൾ മന്ത്രോപാസന, നാം ചെയ്യാൻ പോകുന്ന ചടങ്ങിൻ്റെ മന്ത്രോപാസനയാണ് ശരണം വിളി. ആ ശരണം വിളിച്ച് സാക്ഷാത്കാരം വരുത്തി എങ്ങനെയാണോ ഭഗവാനെ ദർശിക്കുന്നത്, ആ ദർശിക്കുന്നതിന് പോകുന്ന വഴികളിൽ ചെയ്യേണ്ട ചടങ്ങുകളാണ് ഈ ശരണം വിളിയിലൂടെ ഭക്തൻ മന്ത്രോപാസന നടത്തുന്നത്. നാം ചെയ്യാൻ പോകുന്ന ചടങ്ങുകളുടെ പ്രാരംഭമായി നമ്മുടെ മനസ്സിൽ കുറിച്ചിടുകയാണ്. ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നത്, നെയ്യഭിഷേകം ചെയ്യാനാണ് നെയ്ത്തേങ്ങ നിറയ്ക്കുന്നത്, ആ കടുത്തസ്വാമിക്കുള്ള വഴിപാടാണ് ഇന്നത്. അങ്ങനെ ഓരോ വഴിപാടുകളും ഓരോത്തിടത്തു ചെയ്യാനുള്ളതാണെന്നാണ് ശരണം വിളിയിലൂടെ. എവിടെയാണ് കെട്ടിളയ്ക്കേണ്ടത്, എവിടെയാണ് ഞാൻ വിശ്രമിക്കേണ്ടത്, പിറ്റേ ദിനം എന്താണ് ചെയ്യേണ്ടത്, സ്നാനകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ബ്രാഹ്മണ ദക്ഷിണ ചെയ്യേണ്ടത്, ഗുരുദക്ഷിണ ചെയ്യേണ്ടത് എവിടെയാണ്, പിതൃതർപ്പണങ്ങൾ ചെയ്യേണ്ട ശ്രാദ്ധഭൂമി എവിടെയാണ്, ഇതെല്ലാം നമ്മൾ മന്ത്രസാധന ചെയ്യും. ആ മന്ത്രസാധന ചെയ്ത ശേഷമാണ് ഈ നമ്മൾ കെട്ടുനിറച്ച് യാത്രയാകുന്നത്. ആ കെട്ടുനിറച്ച് യാത്രയാകുമ്പോൾ ഇരുമുടി നിറയ്ക്കുമ്പോൾ തന്നെ, ഇരുമുടിയിലെ ഓരോ സാധനങ്ങളും നിറയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ശരണം വിളിച്ചുകൊണ്ട് പറയും, ഇത് കൊച്ചുകടുത്ത സ്വാമിയേ എന്ന് പറഞ്ഞ് നിറയ്ക്കുന്നു, നെയ്യഭിഷേക പ്രിയനെ എന്ന് പറഞ്ഞ് നിറയ്ക്കുന്നു, അന്നദാന പ്രഭുവേ എന്ന് പറഞ്ഞ് നിറയ്ക്കും. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിലെയും ചടങ്ങുകൾക്കുള്ളതാണ്. ആ ചടങ്ങുകൾ കൃത്യമായി നിർവഹിക്കുവാൻ വേണ്ടി മുൻപേ നമ്മൾ ആ ധ്യാനത്തോടു കൂടിയാണ് ആ ചടങ്ങ് ഇരുമുടിയിലേക്ക് നമ്മുടെ സമർപ്പണങ്ങൾ, നിവേദ്യ സാധനങ്ങൾ നിറയ്ക്കുന്നത്. അത് അതാതു സ്ഥലങ്ങളിൽ നിവേദിക്കുമ്പോഴാണ് ചടങ്ങ് പൂർത്തിയാക്കുന്നത്. ഈ പോകുന്ന സ്ഥലങ്ങളിലെ നമ്മൾ മന്ത്രോപാസന നടത്തിയ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി അവിടെ പ്രാർത്ഥിച്ച് നമ്മുടെ ആ ദേവതകളുടെ അനുഗ്രഹം വാങ്ങി പമ്പയിലെത്തി പമ്പാ പുണ്യസ്നാനം നടത്തി പിതൃക്കൾക്കുള്ള ശ്രാദ്ധം നടത്തി പിതൃപുണ്യവും നേടിയിട്ടാണ് പമ്പാ ഗണപതിയെ വന്ദിച്ച് പമ്പയിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒക്കെ ദർശിച്ച് ഉണ്ടയേറ് വഴിപാട് നീലിമല അപ്പാച്ചിമേട്ടിലെത്തി, നീലിമല ടോപ്പിൽ അപ്പാച്ചിമേട്ടിലെത്തി കഴിയുമ്പോൾ അവിടെ ഉണ്ടയേറ് വഴിപാട് നടത്തി ശബരി പീഠത്തിലെത്തി കാണിക്കയിട്ട് വണങ്ങി അവിടെ ശബരി മാതാവിനെ വന്ദിച്ച് എന്നീ അയ്യപ്പന്മാർ ശരം കുത്തിയിലെത്തി ശരം സമർപ്പിച്ച് 18-ാം പടി കടക്കുവാനുള്ള തത്വസോപാനങ്ങളുടെ അർത്ഥം ഗ്രഹിച്ച് ആ അർത്ഥം നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊണ്ട് മനസ്സിൽ ധ്യാനിച്ച് ഉറപ്പിച്ച് ഇതിനെ അടക്കുവാനുള്ള പ്രാപ്തി നേടിയവരാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് ഭക്തിയാണ്. ഭക്തി കച്ചവടമല്ല, അത് ആത്മാർപ്പണമാണ്. ആത്മാർപ്പണ ബോധത്തോടു കൂടി ചെയ്യുന്ന ഭക്തിയിൽ ഇത് ആരെയും കാണിക്കുവാനോ പ്രകടിപ്പിക്കുവാനോ ഉള്ളതല്ല. കറുപ്പണിഞ്ഞ് സർവ വർണ്ണങ്ങൾക്കും അപ്പുറം കറുപ്പ് വസ്ത്രമണിഞ്ഞ് ശരീരബോധം വെടിഞ്ഞ് ശരീരത്തിനെ പരിവർത്തനം ചെയ്യാൻ നമ്മൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം കർമ്മങ്ങൾ ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തി വ്രതപുണ്യത്തോടുകൂടി ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചിട്ടാണ് 41 ദിവസത്തെ നമ്മൾ ഈ ചടങ്ങ് പൂർത്തിയാക്കുന്നത്. ഗ്രാമദേവതയെ വന്ദിച്ച് ദേശദേവതയെ വന്ദിച്ച് ഇഷ്ടദേവതയ്ക്ക് പ്രാർത്ഥന നടത്തി അവിടെ ദക്ഷിണയും അവിടുത്തെ ചടങ്ങുകളും പൂർത്തിയാക്കി നമ്മൾ കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ബ്രഹ്മചര്യ വ്രതമാണ് 41 ദിവസം കൊണ്ട്. അഷ്ടവിധ മൈഥുനങ്ങളും വർജിച്ചുകൊണ്ടാണ് ഈ വ്രത പുണ്യം പൂർത്തിയാക്കുന്നത്. പഞ്ചയജ്ഞങ്ങൾ, ഗുരുപൂജ, പിതൃപൂജ, അത് പിതൃതർപ്പണം, ദക്ഷിണ, അത് ഗുരുദക്ഷിണ, ദേവപൂജ, ആദിത്യം, ആത്മപൂജയും സമർപ്പിച്ചിട്ടാണ് നാം ഈ പഞ്ചയജ്ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടാണ് ശബരിമല ഈ തീർത്ഥാടനം, ഈ ബൃഹത്തായ തീർത്ഥാടന പദ്ധതിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഇത്ര കണ്ട് ഒരു പടികളെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം ലോകത്തെവിടെയും തീർത്ഥാടന പദ്ധതികളിലില്ല. ഒരു ആരാധനാ ക്ഷേത്രങ്ങളിലും ഒരു സമ്പ്രദായത്തിലും പടിയെ പൂജിക്കുന്നതില്ല. പടി നമ്മൾ ചവിട്ടിക്കയറാൻ ഉപയോഗിക്കുന്നതാണ്. ആ ചവിട്ടിക്കയറുന്ന പടികളെ 18 ദേവതാ സങ്കല്പങ്ങളായിട്ട്, ശക്തിയുക്തമായ മലകളുടെ ദേവതാ സങ്കല്പമായിട്ട് സങ്കല്പിച്ച് അവിടെ നമ്മൾ അടക്കി നമ്മുടെ മനസ്സിൽ അടക്കേണ്ട ഷഡ്വൈരികളെയും പഞ്ച ഇന്ദ്രിയങ്ങളെയും ത്രിഗുണങ്ങളെയും വിദ്യാവിദ്യകളെയും ഒക്കെ അടക്കുവാനായിട്ട് ആ പടികളിലേക്ക് പൂജ്യമായ പടിയിലേക്ക് കാലെടുത്ത് വെക്കണമെങ്കിൽ നാം എത്ര കണ്ട് പരിശുദ്ധരായിരിക്കണം.
ആ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബുദ്ധിയെയും എത്ര കണ്ട് നിർമ്മലമാക്കി വേണം ആ പൂജിച്ച് വെച്ചിരിക്കുന്ന ദേവസ്വരൂപങ്ങളായ പത്മപീഠങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ. ആ പൊന്നും 18-ാം പടി അത്ര കണ്ട് ചൈതന്യവത്താണ്. അതാണ് സഹസ്രാര പത്മത്തിൻ്റെ സ്ഥാനമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ആ സഹസ്രാര പത്മം കടക്കുവാൻ നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, ബുദ്ധിയെ നിർമ്മലമാക്കി ഈ തീർത്ഥാടന പദ്ധതി നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ട് ഈ തീർത്ഥാടന പാതയിലെ ചിട്ടവട്ടങ്ങളെ ഗുരുഭൂതനിൽ നിന്ന് വേണം ഗ്രഹിക്കാൻ. ഗുരു ഉപദേശം നൽകി, ഗുരുദക്ഷിണ നൽകി, ശിരസിലേറ്റുന്ന ഇരുമുടിയും വഹിച്ചുകൊണ്ട് ചടങ്ങുകളെല്ലാം ഗുരു സാന്നിധ്യത്തിൽ പൂർത്തിയാക്കുന്ന, ഗുരുവിനോടൊപ്പം സംഘമായി ശരണം വിളിച്ചെത്തുന്ന ആ വലിയ ബൃഹത്തായ തീർത്ഥാടന പദ്ധതിയിലേക്ക് ഒരു വിവാദങ്ങൾക്കും സ്ഥാനമില്ല. ഭക്തിക്കാണ്, ആത്മനിർവൃതിക്കാണ്, സ്വയം പരിവർത്തനത്തിനാണ് സ്ഥാനം. ഈ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി ഇതിനെയെല്ലാം ഭേദിച്ച് സത്യയുഗത്തിലേക്ക് ഭഗവാൻ നമ്മളെ കൈപിടിച്ചു നടത്തും. നമ്മുടെ എല്ലാ ഉയർച്ചയിലും നമ്മുടെ എല്ലാ പ്രവൃത്തിയിലും ഭഗവാൻ കൂടെയുണ്ടാകുമെന്ന വിശ്വാസമാണ്. അത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾക്കും അപ്പുറമാണ് ഭഗവാന്റെ ആത്മചൈതന്യം. ആ ചൈതന്യം നമ്മളിൽ ഉണർത്തുന്ന ഭക്തി, വിശ്വാസം, അതൊക്കെ നിർവചിക്കാനാവാത്ത തരത്തിലെത്തി നിൽക്കുന്ന ഒരു സംക്രമസന്ധിയിലാണ് വളരെ ഭക്തിയോടെ, ശരണം വിളികളോടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വിവാദങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. ഭക്തിക്ക് മാത്രമാണ്, വിശ്വാസത്തിനും ആചരണങ്ങൾക്കും മാത്രമാണ്. അതിനെ മുറുകെ പിടിക്കുന്ന ഭക്തർ ഇതിനെയൊക്കെ മറികടന്ന് 10 മടങ്ങ് വിശാലമായ ഒരു ഈ ആചരണങ്ങളെ ലോകം മുഴുവനും തലകുനിച്ച് വണങ്ങുന്ന തരത്തിലേക്ക്, ഈ തീർത്ഥാടന പദ്ധതിയിലേക്ക് ലോകം മുഴുവനും എത്തുന്ന കാലത്തേക്ക്, ശരക്കോലുകളില്ലാത്ത കാലമായി എല്ലാവരും ഈ സർവധർമ്മ സമഭാവനയുടെ ഭാഗങ്ങളാകുന്ന തലത്തിലേക്ക് എത്തുമെന്ന് ഉത്തമ ഭക്തന് വിശ്വാസമുണ്ട്. അതിലേക്കുള്ള കൈപിടിച്ചു നടത്തലാണ്, അതിനുള്ള ഉത്തമ ഗുരുഭൂതന്മാരെ ഏറ്റെടുക്കുന്ന കാലം വരും. അതിലേക്ക് ഉള്ള കൈപിടിച്ച് നടത്തലാണ് ഓരോ തീർത്ഥാടന കാലവും. ഓരോ തീർത്ഥാടന കാലം കഴിയുമ്പോഴും വിവാദങ്ങൾക്കുമപ്പുറം ശബരിമലയുടെ ചൈതന്യത്തിനും പ്രസക്തിക്കുമൊന്നും ഒരു കോട്ടം വരാതെ കാത്തുസൂക്ഷിക്കുന്ന ദിവ്യജ്യോതിസാണ് ഈ ശ്രീകോവിലിനുള്ളിൽ കുടികൊള്ളുന്ന ഭഗവാൻ എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ശബരിമലയിലെ ഭക്തിക്ക്, വിശ്വാസത്തിന്, അതിൻ്റെ ശരണം വിളികളോടുകൂടി സ്വാമിയെ ശരണമയ്യപ്പ ഒരു സെക്കൻഡിൻ്റെ പകുതിയിലൊരംശം മാത്രമാണ് ഒരു ഭക്തന് ഭഗവാന്റെ ആ ശ്രീകോവിലിൻ്റെ മുന്നിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതെങ്കിലും ആ ഒരു മാത്രയിൽ കിട്ടുന്ന അനുഭൂതി, ഇത്രയും പ്രയാസങ്ങളെ തരണം ചെയ്തെത്തുന്ന ഭക്തൻ ഒരു നിമിഷം കൊണ്ട് കണ്ണുകളടച്ച് ആ രൂപത്തെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് ആ നെയ്യഭിഷേകം നടത്തി തിരിച്ചു പോരുമ്പോൾ കിട്ടുന്ന പൂർണ്ണത, അത് വിവാദങ്ങൾക്കും അപ്പുറമാണ്. അത് എല്ലാത്തിനുമുപരി ഭഗവാനെ ലോകത്തിൻ്റെ ബ്രഹ്മാണ്ഡ നായകനാക്കി പ്രതിഷ്ഠിച്ചുള്ള ഭക്തർക്ക് ഇത് നിർവൃതിയുടെ നിമിഷമാണ്. സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമിയെ ശരണമയ്യപ്പ. നേരത്തെ പ്രതിപാൽ സൂചിപ്പിച്ചതുപോലെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. 1951 ശബരിമല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ തന്നെ പൂർണ്ണമായി കത്തിക്കുകയും പിന്നീട് വിഗ്രഹം തകർക്കുകയും ഒക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാവുന്നതാണ്. പിന്നീട് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ശബരിമലയെ അതിലേക്ക് കൊണ്ടെത്തിച്ച സാഹചര്യങ്ങൾ, ജയമാലയുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ കൈക്കൊണ്ട നിലപാടുകൾ, അതിനെ ഹൈന്ദവ സംഘടനകൾ പ്രതിരോധിച്ച ചരിത്രം, ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അങ്ങനെ ഒട്ടനവധി വിവാദങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബോധപൂർവം പലരും രൂപപ്പെടുത്തിയെങ്കിലും അത് ശബരിമല ക്ഷേത്രത്തിൻ്റെ പവിത്രതയെ ഒരിക്കൽ പോലും ബാധിച്ചിട്ടില്ല. അവിടുത്തെ ചൈതന്യത്തെ ഒരു രീതിയിലും അത് ബാധിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഈ മകരവിളക്ക് സന്ധ്യയിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വലിയ ജനക്കൂട്ടം എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. കാരണം വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ശബരിമല ക്ഷേത്രത്തെ എത്തിക്കുവാൻ വളരെ ബോധപൂർവമായി ശ്രമിക്കുന്ന ഘട്ടങ്ങളിലും അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്നുള്ളതാണ്. ശബരിമലയിൽ എത്തുക, പൊന്നു 18-ാം പടി കടന്ന് ആ ശ്രീകോവിലിൽ ഇരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം കണ്ടു തൊഴുക, അത് ഒരു മില്ലി സെക്കൻഡിലെങ്കിലും കണ്ടു തൊഴുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ ഈ കാനന ക്ഷേത്രം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത്. അപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ശക്തികൾ ഓരോ ഘട്ടത്തിലും പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ 1951 മുതൽ കണ്ടുവരികയാണ്. ക്ഷേത്രം തീവച്ചത് മുതൽ ഏറ്റവും ഒടുവിൽ സ്വർണ്ണ വിവാദം രൂപപ്പെടുത്തിയ ആളുകൾ വരെ പരാജയപ്പെട്ടു പോകുന്നത് ഈ ഭക്തരുടെ ആത്മവിശ്വാസത്തിൻ്റെയും ഭക്തരുടെ കരുത്തിൻ്റെയും പ്രതീകത്തിന് മുന്നിലാണ് എന്ന കാര്യം കൂടി
ഈ മകരവിളക്ക് സന്ധ്യയിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ശബരിമല ആഴിക്ക് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഏറ്റവും അധികം അയ്യപ്പ ഭക്തന്മാർ ഈ മകരവിളക്ക് കാണാനായി ശബരിമല സന്നിധാനത്ത് ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് 18-ാം പടിക്ക് താഴെയുള്ള ചെറിയ തിരുമുറ്റം എന്നുള്ളത്. അതിന് താഴെ പിന്നീട് വലിയ ഒരു ഹോളാണ്. ശബരിമലയിൽ എത്തിയിട്ടുള്ള അയ്യപ്പ ഭക്തർക്കറിയാം, വലിയ നടപ്പന്തൽ എന്നാണ് നാം അതിനെ വിളിക്കാറുള്ളത്. ആ വലിയ നടപ്പന്തലിലും അയ്യപ്പ ഭക്തരുണ്ട്. പക്ഷെ അവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. കാരണം അല്പസമയത്തിനകം ഈ ശരംകുത്തിയിൽ നിന്നും വരുന്ന തിരുവാഭരണ ഘോഷയാത്ര കടന്നു വരേണ്ടത് വലിയ നടപ്പന്തൽ വഴിയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ പോലീസ് അയ്യപ്പന്മാർ ഈ തിരുവാഭരണ പേടകങ്ങൾക്ക് സുഗമമായി കടന്നു വരാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വരാനുള്ള വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന അയ്യപ്പ ഭക്തരെ ഇപ്പോൾ 2 വശങ്ങളിലാക്കി അയ്യപ്പ ഭക്തന്മാരെ മാറ്റിയിരിക്കുകയാണ്. അതിനുശേഷം മധ്യഭാഗത്തു കൂടിയുള്ള വഴിയിലൂടെയാണ് തിരുവാഭരണ പേടകങ്ങൾ അല്പസമയത്തിനകം ശബരിമല സന്നിധാനത്തേക്ക് എത്താൻ പോകുന്നത്. ഇപ്പോൾ ശരണമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമാണ് ശബരിമല സന്നിധാനവും കാനനവും. ദീപങ്ങൾ കൊണ്ട് തെളിയുന്നു. അതായത് ശബരിമലയിലുള്ള മുഴുവൻ ദീപങ്ങളും തെളിയിക്കുകയാണ്. ഇന്ന് മകരവിളക്ക് മഹോത്സവമാണ്. അതിൻ്റെ പ്രൗഢി, അതിൻ്റെ വിശുദ്ധി എത്രത്തോളം വർദ്ധിപ്പിക്കാമോ അത്രത്തോളം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ അയ്യപ്പ ഭക്തനുമുള്ളത്. അതിനാൽ ചുറ്റുവിളക്കുകൾ, കൽവിളക്കുകൾ അതൊക്കെ തെളിയിക്കുകയാണ് ഈ സന്ധ്യയിൽ. സൂര്യൻ പോകാൻ മടിക്കുന്ന സന്ധ്യയാണ് മകരസന്ധ്യ എന്നാണ് എഴുത്തുകാരും കവികളുമൊക്കെ വ്യാഖ്യാനിക്കുന്നത്. കാരണം മകരവിളക്ക് തെളിയാൻ പോകുന്ന ഈ സന്ധ്യയിൽ പോയി മറയാൻ സൂര്യഭഗവാന് പോലും മടിയാണ് എന്ന് കവികൾ വാഴ്ത്തിപ്പാടുന്നത് ഈ ഘട്ടത്തിൽ ഓർമ്മ വരികയാണ്. വീണ്ടും വലിയ നടപ്പന്തലിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. ധാരാളം അയ്യപ്പ ഭക്തന്മാർ സംസ്ഥാനത്തിൻ്റെയും ഭാരതത്തിൻ്റെയും